സുഹൃത്തുക്കളെ, 1990കളിലെ വിംബിൾഡൺ ടെന്നീസിലെ മുടിചൂട മന്നനായിരുന്നു ആന്ദ്രെ അഗസി. പിന്നീട് വന്ന ബോറിസ് ബക്കർ അഗസിയെ പലതവണ തോൽപ്പിച്ചു. ഇത് ആന്ദ്രെ അഗസിയെ സംബന്ധിച്ചിടത്തോളം സങ്കല്പിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ടെന്നീസിൽ തൻ്റെ കിരീടം വീഴുന്നത് ഏറെ സഹിച്ചു. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, പിന്നീടുള്ള 6 കളികളിലും ആന്ദ്രെ അഗസി ബോറിസ് ബക്കറെ തുടർച്ചയായി തോൽപ്പിച്ചു. ഒരിക്കൽ ഒരു പത്രക്കാരൻ അഗസിയോട് ചോദിച്ചു, ബോറിസ് ബക്കറിൻ്റെ മനസ്സ് കാണാനുള്ള കഴിവുണ്ടോ നിങ്ങൾക്ക്? അത്ര കൃത്യമായാണല്ലോ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മിന്നൽ സർവുകൾ നേരിടുന്നത്. അഗസി പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ മനസ്സല്ല, നാവാണ് കാണുന്നതെന്ന്. നാവോ? അതെന്താ അങ്ങനെ? പത്രക്കാർ ആശ്ചര്യപ്പെട്ടു. ബക്കറിൽ നിന്ന് ഞാൻ നേരിട്ട പരാജയങ്ങൾക്ക് ശേഷം അദ്ദേഹം മുമ്പ് കളിച്ച കളികളുടേതടക്കം മുഴുവൻ വീഡിയോകളും ഞാൻ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചപ്പോൾ അഗസി ബോൾ വലത്തോട്ട് സർവ് ചെയ്യുമ്പോൾ നാവ് വലത്തോട്ടും, ഇടത്തോട്ട് സർവ് ചെയ്യുമ്പോൾ നാവ് ഇടത്തോട്ടും, നേർക്ക് സർവ് ചെയ്യുമ്പോൾ നാവ് നേരെ പുറത്തേക്ക് നീട്ടുന്നതായി എനിക്ക് മനസ്സിലായി. അതിനനുസരിച്ച് കളിക്കുന്നത് കൊണ്ടാണ് ബക്കറുടെ ഇടിമിന്നൽ പോലുള്ള സർവുകളെ എനിക്ക് പിടിക്കാൻ സാധിച്ചത്. സുഹൃത്തുക്കളെ, ഇതാണ് ശരിയായ ഒബ്സർവേഷൻ സ്കില്ലെന്ന്. എന്തും കൃത്യമായി ഒബ്സർവ് ചെയ്താൽ നമുക്കും പലതും കീഴടക്കാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ.